ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ജെസീസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പായസത്തിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പിന്നെ അതുപോലെ ഒരു അര ലിറ്റർ വെള്ളം നന്നായിട്ട് ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചവ്വരി ഒന്ന് ഇട്ട് കൊടുക്കാം. ചവ്വരി ഇട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു അര പീസ് ബീട്രൂട്ട് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ചവ്വരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും ചവ്വരി ഒന്ന് നന്നായിട്ട് ഇതിൽ കിടന്ന് വേവണം. ഈ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇനി ഇതിലേക്ക് 1/2 കപ്പ് സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കണം. വറുത്ത സേമിയല്ല, സാധാ സേമിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ പാല് തിളച്ചിടുന്നിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് സേമിയ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സേമിയയും ചവ്വരിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ എത്രത്തോളം പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത്രയും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർക്കുക. പാലും എല്ലാം മിൽക്ക് മെയ്ഡും പഞ്ചസാര എല്ലാം കൂടി ഇട്ട് ഇപ്പോൾ നന്നായിട്ടൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊരു നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി ഒരു നല്ലൊരു പിങ്ക് കളറായിട്ട് വരും. അപ്പോൾ നല്ല പിങ്ക് കളറായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. നല്ലൊരു സൂപ്പർ ആൻഡ് വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്